ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അതായത് പീച്ചാം പിടി. പീച്ചാം പിടി എന്നാണ് ഈ പലഹാരത്തിന് പറയുക. നമ്മൾ ഈസ്റ്റർ വിശേഷങ്ങൾക്കൊക്കെ ഈ പലഹാരം തയ്യാറാക്കും. അപ്പം എൻ്റെ വീട്ടിലൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക, 4 മണി പലഹാരമായിട്ട് നമ്മൾ ഈ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അരിപ്പൊടിയിലാണ് നമ്മൾ ഈ പീച്ചാം പിടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ അരി റൊട്ടി റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് കുറേ എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അരി റൊട്ടി എന്നുണ്ട്. ഏകദേശം ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അതിൽ ഉള്ളി ചേർക്കില്ല എന്ന് മാത്രം. ചിലവർ ഉള്ളി ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ അതിൽ ഉള്ളി ചേർക്കുന്നില്ല. വെറുതെ നാളികേരം, ജീരകവും, അരിപ്പൊടിയും, ഉപ്പും മാത്രമേ നമ്മൾ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിപ്പൊടി ചേർത്തു. ഇതിലേക്ക് നാളികേരം ചിരകിയത്, അത് കുറച്ചധികം, അതായത് ഇപ്പോൾ ഒരു അളവ് പറയുകയാണെങ്കിൽ 2 കപ്പിന് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർക്കാം. നാളികേരം ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ചേർക്കുന്നുണ്ട്. ചിലർ ചെറിയുള്ളി ചേർക്കും, പക്ഷെ ഞാൻ ഇതിൽ ചെറിയുള്ളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം ചിരകിയത് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ജീരകമാണ്. അപ്പോൾ ജീരകം 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. അപ്പോൾ ജീരകവും നാളികേരം ഒക്കെ ഇതിൻ്റെ എന്താ പറയുക, ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവമാണ്. എന്നാൽ വല്ലാണ്ട് കൂടാനും പാടില്ല, കുറച്ച്. അപ്പോൾ ജീരകം ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം വെച്ചാൽ വല്ലാണ്ട് ചൂടുവെള്ള, ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ഈ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കല്ലേ, അതിന് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കില്ല, അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഷുഗർ ചേർക്കുന്നുണ്ട്, അതായത് പഞ്ചസാര ചിലർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കാം. ഒരു 1 or 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ശരിക്കുള്ള റെസിപ്പിയിൽ ഷുഗർ ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇളം ചൂട് വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയതിന് ശേഷം, അതായത് നമ്മൾ ഈ പീച്ചാം പിടി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കേണ്ടത് നല്ല ടേസ്റ്റാണ്. അതുപോലെ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ, ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കൂടെ കഴിക്കാൻ പറ്റും.
നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാണ്ട് കൂടാനും പാടില്ല. കൂടി കഴിഞ്ഞാൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിൽ ചേർക്കാം. താല്പര്യമുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കേട്ടോ. ഇതെങ്ങനെയാണ് പീച്ചാമ്പടി എന്ന് പറയുന്നത്? നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് എടുത്തിട്ട് നമ്മളിങ്ങനെ ബോളാക്കും. ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നിട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഉരുട്ടി എന്താ പറയുക, അങ്ങനെ ബോളാക്കി കൊണ്ടുവന്നതിന് ശേഷം, ഉരുട്ടി കൊണ്ടുവന്നതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ കണ്ടോ ഒരു ഷേപ്പ് വന്നത്. അപ്പം ആ ഷേപ്പിനെയാണ് നമ്മൾ പീച്ചാമ്പിടി, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അമർത്തി ഇങ്ങനെ എടുക്കുമല്ലോ, അതിനെയാണ് നമ്മൾ പീച്ചാമ്പിടി എന്ന് പറയുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഷേപ്പ്, അങ്ങനെ നമ്മളൊരു ഇങ്ങനെ 3 വിരൽ പതിയാന്ന് ഉള്ളതാണ് എൻ്റെ പറയുക. എനിക്ക് ശരിക്കും അത് അറിയില്ല, അങ്ങനെ പറയണേട. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ 3 വിരൽ ഇങ്ങനെ പതിഞ്ഞ്, അതിനെയാണ് പീച്ചാമ്പിടി എന്നൊക്കെ പറയാം. ഇങ്ങനെ പീച്ചിങ്ങനെ എടുക്കുന്ന രീതിയിൽ. പക്ഷെ ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഈ 3 വിരലിങ്ങനെ പതിയുന്ന പോലെ, അതായത് ഇങ്ങനെ കണ്ടോ. എന്നിട്ട് ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് തയ്യാറാക്കട്ടെ, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെല്ലാ മാവും ഇതുപോലെ ഇങ്ങനെ പീച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ പീച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി ചെമ്പുണ്ടെങ്കിൽ അതിൽ ചെയ്യാം, സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട്, കണ്ടോ. വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇല വെച്ചിട്ടുണ്ട്, വാഴയില വെച്ചിട്ടുണ്ട്. വെറുതെ ചുമ്മാ വെച്ചതാണ്. അപ്പോൾ വാഴയില വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ചൂടാണ്, വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം പീച്ചുപൊടി നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പീച്ചാമ്പടി നമ്മൾ ആവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ പീച്ചമ്പടി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളൊരു 5 അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പീച്ചാമ്പടി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. ഒരു 10-15 മിനിറ്റ്, അതായത് കുക്കാവുന്ന വരെ എന്തായാലും ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ, അപ്പം നമ്മുടെ പീച്ചാമ്പടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീച്ചാം പിടി, ഓക്കെ, അതാണ് എൻ്റെ പേര്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. പിന്നെ അതുപോലെ ഈസ്റ്റർ ആ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കും ഈ ഒരു പലഹാരം. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. സിമ്പിൾ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിനൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം. പേഴ്സണലി എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം. പിന്നെ അതല്ല, നമുക്ക് ഇതിപ്പോൾ ഉപ്പ് ടേസ്റ്റാണ് ഇതിനുള്ളത്. കാരണം നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ല മാവിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെ നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരു ചെറിയ സ്വീറ്റ് ടേസ്റ്റ് കിട്ടും, പഞ്ചസാര ചേർത്തിട്ടുള്ള മാവാണെങ്കിൽ. ഓക്കെ,
അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ വെറുതെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ എഴുതി അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാണാം, ഇതാണ് നമ്മുടെ പീച്ചാം പിടി. നല്ല ടേസ്റ്റാണ്. ആ നാളികേരവും ജീരകവും അതിൻ്റെയൊക്കെ സ്മെല്ലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. സോ ബൈ.